ഹലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇര കൂവ. വീട്ടിലൊത്തിരി കൂവ ഉണ്ടായിരുന്നു. അപ്പോൾ പറമ്പിൽ പണിക്കാരൻ വന്നപ്പോൾ ഒക്കെ പറപ്പിച്ചെടുത്തു. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് മുമ്പ് അമ്മമ്മയ്ക്കുള്ള സമയത്താണ് വെച്ചെങ്കിൽ നമ്മൾ ഉരലിൽ ആട്ടുകല്ലിലൊക്കെ ഉലക്ക വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ ഈസിയായി. അതുപോലെ കുറച്ചധികം പൊടി മിക്സിയിലടിക്കുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. മറ്റേനെക്കാട്ടിയും കൂടുതൽ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ കംപ്ലീറ്റ് അതിലുള്ള പൊടിയും തരിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഈസി മിക്സി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. രണ്ടും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അത്യാവശ്യം നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതിലധികം പീസൊന്നും കെടുക്കുന്നില്ല. പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനിയൊരു വലിയ വട്ടളോ അങ്ങനത്തെ പാത്രം എടുത്തിട്ട് നല്ല വെള്ളം ഒഴിക്കുക. നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിലിതുപോലെ ഒരു ഒറ്റഴമുണ്ട്, അതായത് ഇങ്ങനെ അരിച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ തോർത്തോ ഇങ്ങനെ വിരിച്ചിട്ട് ആ വെള്ളത്തിലോട് മുട്ടിക്കുന്ന രീതിയിൽ വിരിച്ചിടുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ കൂവയുടെ, അത് നമ്മൾ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് കൈ വെച്ച് ഇതുപോലെ നല്ല വൃത്തിക്ക് തിരുമ്മിയെടുക്കുക. ഇതിൽ നിന്ന് ഇങ്ങനെ തിരുമ്മുമ്പോൾ ഒരു പാല് പോലെ വരുന്നില്ലേ, അതാണ് നമ്മുടെ കൂവയുടെ പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം മാക്സിമം നല്ല പോലെ പിഴിയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത വേസ്റ്റിൽ അധികം ആ ഒരു ചണ്ടി മാത്രം പോകുന്ന രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ചണ്ടി ഉണ്ടായിരിക്കും. അത് കടിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ നിന്നൊരു സിറപ്പൊന്നും വരുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ അത്രയും മാക്സിമം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ വെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തുടർന്നും വീഡിയോസ് കാണാം, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മളിത് ഇങ്ങനെ ഇതുപോലെ മുഴുവൻ കൂവയും പിഴിഞ്ഞെടുക്കുക. നമുക്ക് ഏകദേശം 5 കിലോ കൂവുണ്ട്. അപ്പോൾ മുഴുവനായി പിഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരുന്നത് നമുക്ക് ആ തുണിയിൽ ഇതേപോലെ പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, ഒരു വൈറ്റ്, ഒരു ക്രീം, ഐവറി കളറൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നത്. ഇത് ഇനി നമ്മളൊരു ഓവർനൈറ്റ് ഇളക്കാതെ വെക്കുക. അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ ഈ വെള്ളം മാത്രം വന്നിട്ട് അടിയിൽ കംപ്ലീറ്റ് കൂവയുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് അടിയിൽ ഊറി കാണും. ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഒന്ന് കൈ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അടിയിൽ കൂവ ഊറി വരുന്നുണ്ട്. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട. എന്നാലും മുഴുവനായിട്ട് തെളിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുത്തു വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് വെള്ളം മാറ്റിയിട്ട് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അതിൻ്റെ മേലത്തെ വെള്ളമൊക്കെ മാറ്റിയതോ ഇത്രയും കൂവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ 5 കിലോ കൂവ എടുത്തിട്ട് ഏകദേശം 1-1.5 കിലോ കൂവപ്പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ കൂവയ്ക്ക് 50-60 ഉണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ മാക്സിമം കൃഷി ചെയ്യാനായിട്ട് നോക്കുക. വലിയ ചിലവൊന്നുമില്ല. നമ്മൾ നട്ട് കൊടുത്താൽ വെള്ളം കൂടി നനയ്ക്കേണ്ട. പിറ്റത്തെ വർഷത്തേക്ക് സ്വയം അത് അങ്ങനെ ഉണ്ടായിക്കോളും. അല്ല നമ്മൾ പരിപാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കൂവാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു നല്ല തുണിയുടെ കഷ്ണത്തിലോ ഇതുപോലെ കോരിയെടുത്ത് വെക്കുക. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഇതിൽ ഈർപ്പൊക്കെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫുള്ളും ഇതുപോലെ ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈർപ്പുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ നിന്ന് ഇതുപോലെ കിട്ടും. ചെറിയൊരു നനവോട് കൂടി നമ്മൾ അരിപ്പൊടിയൊക്കെ ആക്കിയെടുക്കില്ല അതുപോലെ. ഇനി ഇതൊന്നും കൂടി ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പായസം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് കൂവപ്പൊടി എടുത്തു. അതിലേക്ക് 2 പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പൊടി തരികളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 3 അച്ച് ശർക്കരയും കൂടി ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏലക്കായൊക്കെ ചേർക്കണമെങ്കിൽ നമ്മൾ ഈ പാല് മിക്സിയിൽ അടിക്കുമല്ലോ തേങ്ങ, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഫ്ലേവറായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൂവ ഇവിടെ കുറുകി വരുന്നുണ്ട്. അതിലേക്ക് 1 പാൽ ഒഴിച്ചെടുക്കുക. കട്ടിക്കുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൂവ പായസം ഇവിടെ തയ്യാറാണ് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടാറ്റ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.